ഇപ്പോഴും കിള്ളിപ്പാലത്ത് CIT റോഡിന് സമീപത്തുള്ള ഈ പ്രദേശത്തൊന്നും തന്നെ വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഈ കാണുന്ന സ്ത്രീകളൊക്കെ തന്നെ അവരുടെ വീട്ടിൽ നിന്നും ഈ കാണുന്ന പ്രധാന വഴിയിലേക്ക് വന്ന് അവിടെ ഉള്ള ഒരു ടാപ്പിൽ നിന്ന് പൊതു ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോഴും അവരുള്ളത്. കാരണം അവരുടെ വീടുകളിലേക്കൊന്നും തന്നെ വെള്ളം എത്തിയിട്ടില്ല. പല സ്ഥലങ്ങളിലേക്കും ഈ പൊതു ടാപ്പിലൊക്കെ നൂല് പോലെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം എങ്ങും എത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ എന്താ വീട്ടില് വെള്ളം വന്നോ? വെള്ളം വരവേ ഇല്ല. ഒരാഴ്ചയായി ഫുള്ള് വരല. ഇപ്പൊ 6 ദിവസം കൊണ്ട് കിഴക്കേ വെള്ളം ഒട്ടും വെള്ളമേ ഇല്ല. ഈ സൈഡിൽ ഒട്ടും വെള്ളം ഉച്ചയ്ക്ക് മേലെ ഇത്തിരി പോലെ ഒഴുക്കൽ மட்டும்தான் ഉള്ളത്. അത് വരുതല്ല ഉച്ചയ്ക്ക് 1:30 മേലെ தான் വരും. അതിന് വേണ്ടി കാത്തിരിക്കണം. അതും വെള്ളം വീഴാൻ തുടങ്ങിയ സാർ 6 ദിവസം കൊണ്ട് നമ്മൾ വെള്ളം ഇല്ലാതാണ് ഇരിക്കുന്നത്. അതാണ് കാര്യം, വേറെ ഒന്നുമില്ല. പിന്നെ കുഞ്ഞിനെയൊക്കെ സ്കൂളിൽ വിടാനൊക്കെ അതാണ് നമ്മൾ തലേ ദിവസം ഇങ്ങനെ കിണറ്റിൽ വെള്ളം എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എണീച്ച് നമ്മൾ കുളിപ്പിച്ച് അങ്ങനെയാണ് സ്കൂളിൽ കൊണ്ടുവിടുക. പിന്നെ ഇന്നലെ ലീവായിരുന്നു, എക്സാമും കട്ടാക്കി. പിന്നെ അത് ഫ്രൈഡേ ആക്കി മാറ്റിയതാണ്. ഇന്ന് സ്കൂൾ ഉണ്ടെന്നാണ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചത്. റെഡിയായി, ഇനിയും പോയില്ല എന്ന് വെച്ചാൽ വെള്ളം ഇല്ല. അപ്പം നമുക്ക് ഇതൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് പറഞ്ഞത്. பாத்ரூம் போகணும். ஒரு வீட்டில் ஒரு ட்ரிப்பு கொடுப்பாங்க, எத்தனை இடத்துக்கு கொடுப்பாங்க. அவங்க வெள்ளம் எடுக்க வேண்டாம்னு சொல்லிட்டா நாங்கள் எங்கே போவோம்? குக்கச்சி வழியோ ரோட்டு வழியோ போய் தான் வெள்ளம் எடுக்கணும். எங்களுக்கு ஒட்டு வெள்ளம் இல்லை, ரொம்ப கஷ்டப்படுதோம். எங்களுக்கு எப்படியே வெள்ளம் மட்டும் சீக்கிரத்துக்குள்ள ரெடி பண்ணி കൊടുത്തിരുங்க. ഇപ്പം നിങ്ങളെ ഈ വെള്ളം എടുക്കാൻ വരുന്നത് ഈ ഇവിടുത്തെ ടാപ്പിൽ നിന്നാണോ എടുക്കുന്നത്? അല്ല സാർ, അങ്ങനെ പൊതുവായിട്ടുള്ളതാണ്. അപ്പുറത്തെ ഏരിയയിലുണ്ട്, ഇപ്പുറത്തെ ഏരിയ അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുകയാണ്. പിന്നെ കിണറ്റ് വെള്ളം നമുക്ക് പൈപ്പിലോട്ട് ഡയറക്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാണ്. കിണറുണ്ടോ ഇവിടെ? വീട് 2-3 വീട്ടിൽ അവർ ഹെൽപ്പ് ചെയ്യാണ്. அவங்க தான் தாராங்க. இந்த அந்த வீடும் அப்புறத்தை விடும் ஒரு கொஞ்சம் சகாய்க்கு போய் நம்மளுக்கு சரியா போச்சு. அவங்க எடுக்க வேண்டாம் சொல்லாம எங்க அவங்க குடுக்க போய் கொஞ்சம் പരവായില്ല. ബാത്റൂമിൽ പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയ്ക്ക് നമ്മൾ വാടക വീട്ടിലാണ് ഉള്ളത്. അങ്ങനെയാകുമ്പോൾ വാടക കുറേ നമ്മൾ വെളിയിൽ വാങ്ങിക്കാൻ അത്രയ്ക്ക് നമുക്ക് പൈസയും ഇല്ല കയ്യിൽ. പിന്നെ എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്താണ്. പിന്നെ ഈ കിണറ്റ് വെള്ളം അങ്ങനെയൊക്കെ അത് പിള്ളേർക്ക് പിടിക്കുകയില്ല. കിണറ്റ് വെള്ളം നമുക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പനിയൊക്കെ വരെയാണ്. പനി വന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും ഏതായാലും ഇവരുടെ എല്ലാം പ്രതിസന്ധികൾ ഇങ്ങനെ തുടരുകയാണ്. കാരണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. ഇത് കിള്ളിപ്പാലത്ത് CIT റോഡിൽ നിന്ന് കയറുന്ന ഭാഗത്താണ്. അവിടെ ഇത് ഏതാണ്ട് 300ഓളം വീടുകളുണ്ട് അല്ലേ ഇവിടെ? അത്രയും വീടുകളുണ്ട്. അവിടെ ഒന്നും തന്നെ ഈ വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തൊക്കെ വെള്ളം എത്താത്തതിന് കാരണമായി ഇപ്പോൾ വാട്ടർ അതോറിറ്റി പറയുന്നത് ഇവിടെ അതിൻ്റെ പണികൾ നടക്കുകയാണ്. ഈ പോകുന്ന വാൽവിൽ അല്ലെങ്കിൽ ഈ പോകുന്ന സ്ഥലത്ത് വെള്ളം പോകുന്ന ഒരു വാൽവിൽ ഏറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്ന് പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ടാങ്കറുകളിലൊക്കെ വെള്ളം എത്തിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ആ വഴി കടന്നു ചെല്ലാൻ, ഈ ടാങ്കറിന് കടന്നു ചെല്ലാനുള്ള ഇടമില്ലാത്തതായിരിക്കുമോ ഈ വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ട് പ്രധാനമായും? അതെ മോത്തി, അതായത് അവിടേക്കൊക്കെ വെള്ളം എത്തിക്കുന്നതിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഇതൊക്കെ ചെറിയ ചെറിയ വഴികളാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ ടാങ്കറിന് എത്തുന്നതിന് പരിമിതിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ടാപ്പിൽ നിന്നാണ് ഇപ്പം നമ്മോട് സംസാരിച്ച സ്ത്രീകളൊക്കെ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത്. ഈ ടാപ്പിൽ നിന്നാണ്. ഇവിടെ നേരിയ തോതിൽ വെള്ളം വരുന്നുണ്ട്, നമ്മൾ തുറന്ന് പാഴാക്കുന്നില്ല. ഇവിടെ നിന്ന് വെള്ളം പിടിച്ചുകൊണ്ടാണ് ഈ കാണുന്ന സ്ഥലത്തേക്കൊക്കെ ആളുകൾ വെള്ളം പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പ്രത്യേകിച്ചും രാത്രിയിലൊക്കെ അതും ഒരുപാട് പേരിങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. ഇനിയും ഏതായാലും കൂടുതൽ സമയം ഈ പണിയൊക്കെ പൂർത്തിയാക്കിയാൽ മാത്രമേ ആ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം എത്തൂ. ഇപ്പം എന്താ ചേട്ടാ, ഇവിടുത്തെ ഒരു കൗൺസിലർ കൂടിയുണ്ട്. എന്താ ഇവിടുത്തെ വിഷയം? എന്താ ഇവിടെ ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞു, പൊതുവിൽ കയറിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വാട്ടർ അതോറിറ്റി SC ആയിട്ട് സംസാരിച്ചു. ഇന്നലെ രാത്രി AEയും ടീമും എല്ലാം കൂടെ വന്നിരുന്നു. നോക്കിയപ്പോഴത്തേക്കും ലൈനുകളിൽ പൂർണ്ണമായും വെള്ളം നഷ്ടപ്പെട്ടതുകൊണ്ട് കയറാൻ സാധ്യത ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. ഇങ്ങനെ എവിടെയെങ്കിലും വർക്ക് വന്നാൽ ഇവിടെ പെട്ടെന്ന് കയറുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ കുഴിച്ച് നോക്കുകയാണ്. ആയിരിക്കാം സാധ്യത. അങ്ങനെയെങ്കിൽ ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് എല്ലാം മാറും. ഈ പ്രദേശത്തെ ബുദ്ധിമുട്ടെല്ലാം മാറും. ഇവിടെ ഞങ്ങൾ ടാങ്കറിലെല്ലാം വെള്ളം കൊണ്ടൊന്ന് കൊടുത്തു, ആവശ്യം പോലെ വെള്ളം കൊടുത്താണ്. പിന്നെ എടുത്തുകൊണ്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക്. ഒത്തിരി ആറ്റിൻ്റെ തീരത്ത് താമസിക്കുന്ന ടാങ്കർ അവരുടെ വീടുകളിലേക്ക് പോകത്തില്ല. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ നമ്മുടെ ഈ ടാപ്പിൽ വന്നിട്ടുണ്ട്, പബ്ലിക് ടാപ്പിൽ വന്നിട്ടുണ്ട്. അകത്ത് വേറൊരു ടാപ്പുണ്ട്, അതിലും വന്നിട്ടുണ്ട്. വീടുകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഒരു അരമണിക്കൂർ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും. ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ പരാതി പറഞ്ഞ ഈ കിള്ളിപ്പാലം പ്രദേശത്തൊക്കെ തന്നെ വെള്ളം എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മോത്തി.